ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡും മുട്ടയും കൊണ്ട് നമ്മൾ ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. എന്നാൽ ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് 2 മുട്ട ഇങ്ങനെ വേവിച്ചതാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇവിടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്ങുമാണ്. ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇതിൻ്റെ കൂടെ അല്പം മല്ലിയിലയും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മറ്റു മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇറ്റാലിയൻ സീസണിങ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് അല്പം ഗരം മസാല ചേർക്കാം. ഇത് ബ്രൗൺ ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഒരു സൈഡിൽ പുരട്ടാനായിട്ട് ഞാൻ പീനട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. പീനട്ട് ബട്ടർ ഇല്ലെങ്കിൽ സാധാരണ ബട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇത് ഞാൻ ഒരു ഭാഗത്ത് മാത്രമാണിത് പുരട്ടുന്നത്. 2 ബ്രെഡിൻ്റെയും ഓരോ ഭാഗത്ത് പുരട്ടിയിട്ടുണ്ട്. ഇതൊരു സാൻഡ്വിച്ച് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മുട്ട മിക്സ്ചർ വയ്ക്കാം. 2 സാൻഡ്വിച്ചിന് വേണ്ടി 2 മുട്ട ധാരാളം മതിയാകും. മറ്റ് 2 ബ്രെഡ് സ്ലൈസിൽ ടൊമാറ്റോ ചില്ലി സോസാണ് യൂസ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ചട്നി ആകാം, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആകാം, ടൊമാറ്റോ സോസ് ആകാം. ഇത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. മല്ലിയില കൊണ്ടും പുതിന കൊണ്ടും ഒക്കെ ഉള്ള ചട്നി നല്ലതാണ്. ഇതിനി സാൻഡ്വിച്ചിൻ്റെ മേൽ കമഴ്ത്തി വച്ചിട്ട് നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കണം. ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ തവയിൽ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ തവയിൽ വെച്ചാണ് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ദോശ പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടറൊക്കെ ആവശ്യാനുസരണം ചേർക്കാം. ഇതിൽ 2 പീസ് ബ്രെഡും വെച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്യാം. ചെറിയ തീയിലാണ് ഇരിക്കുന്നത്, ലോ ഫ്ലെയിമിലാണ് തീ ഇരിക്കുന്നത്. കുറച്ച് നേരം വയ്ക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആവും. ഞാനിത് ക്രിസ്പി ആക്കി എടുക്കാൻ വേണ്ടി കുറച്ച് നേരം വച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ആവശ്യാനുസരണം ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ചേർക്കാം. ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വയ്ക്കുമ്പോൾ നല്ലതായിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടും. ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ടാണ് ഈ കളറ് കിട്ടിയത്. വൈറ്റ് ബ്രെഡ് ആകുമ്പോൾ ഇത്രയ്ക്കും കളർ വരികയില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് എടുത്ത് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രെഡ് സാൻഡ്വിച്ചാണിത്. മുട്ടയൊക്കെ തലേദിവസം തന്നെ ഇതുപോലെ പുഴുങ്ങി വെച്ചാൽ രാവിലെ ആകുമ്പോൾ നല്ല എളുപ്പമാണ്. ജസ്റ്റ് ബ്രെഡ് എടുക്കുക, ഈ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുക. അധികം മസാലയൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇതിൽ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ചീസ് ചേർക്കാം, അല്ലെങ്കിൽ പനീർ ഉണ്ടെങ്കിൽ പനീർ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതും ഭയങ്കര ടേസ്റ്റാണ്. ഈ ബ്രെഡ് നല്ലതായിട്ട് മൊരിഞ്ഞത് കൊണ്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയ ഒരു സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ യൂസ് ചെയ്യാം. ഇപ്പോൾ മണി 7:40 ആയിട്ടേ ഉള്ളൂ. പുറത്ത് എത്ര ചൂടാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചായ കൂടി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ സമയത്ത് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ച്. കാര്യം ഇനി പിന്നെ ഈ ബ്രെഡ് തണുത്താൽ പിന്നെ കൊള്ളില്ലല്ലോ. ആരി ഇപ്പോൾ ഉറങ്ങുകയാണ്. ഏത് സമയത്തും എണീറ്റ് വരാം. നല്ല കടുപ്പത്തിലുള്ള ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഉടനെ തന്നെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. ബ്രെഡും മുട്ടയും ഒക്കെ മിക്കവാറും വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആരി ഇപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട്. അവൻ ഒരു ആഹാരവും കഴിക്കുന്ന കുട്ടിയല്ല, ഒന്നും അവന് ഇഷ്ടമില്ല. അപ്പോൾ ഇത് കണ്ടപ്പോഴും കഴിക്കാനുള്ള യാതൊരു ആഗ്രഹവും ഇല്ല. അവന് വേണ്ടി ഇനി വേറെ എന്തെങ്കിലും ഞാൻ ഇനി ഉണ്ടാക്കണം. മിക്കവാറും സ്റ്റഫ്ഡ് പൊറാട്ടയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതല്പം കഴിക്കും. ആ സ്റ്റഫ് ചെയ്യാനായിട്ട് അതിനകത്ത് ചീസോ പനീറോ അല്ലെങ്കിൽ വേവിച്ച ബീട്രൂട്ട്, ക്യാരറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളത് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ചപ്പാത്തിക്കകത്ത് ഫില്ല് ചെയ്ത് പൊറാട്ട പോലെ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെയാണ് ആര്യയുടെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.